ഹലോ പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. നമ്മൾ എങ്ങനെയാണ് ഈ കളി ജയിച്ചത്? ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ്. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നമ്മൾ എങ്ങനെയാണ് ഈ കളി ജയിച്ചത്? ഞാൻ കുറച്ച് സ്റ്റാറ്റ്സ് വായിക്കാം. ചെൽസി 20 ഷോട്ട്സ് 1 ഓൺ ടാർഗറ്റ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4 ഷോട്ട്സ് 1 ഓൺ ടാർഗറ്റ്. അത് ഗോളായി. 1-0 നമ്മൾ ഈ കളി ജയിക്കുന്നു. 3 പോയിൻറ്റ്സ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ്. ഹാപ്പി മൊമെൻറ്റ്സ്. ഐ എം സോ ഹാപ്പി. കാരണം ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഈസ് ഇൻ അവർ ഹാൻഡ്സ്. പക്ഷേ എന്താണ് നമ്മൾ ഇന്നലെ കണ്ടത്? നമ്മളെക്കാട്ടും ദുരന്തം പിടിച്ചൊരു ടീം പ്രീമിയർ ലീഗിൽ ഉണ്ടെങ്കിൽ അത് ചെൽസി മാത്രമായിരിക്കും. ചെൽസി ഫാൻസ്, ഐ എം സോ സോറി ഫോർ യു ഗൈസ്. നിങ്ങളെക്കാട്ടും ദുരന്തം പിടിച്ചൊരു ടീം ഈ പ്രീമിയർ ലീഗിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഷോട്ട്സ് എടുത്തിട്ടും ഒരു ഗോൾ പോലും അടിക്കാത്തൊരു ടീം നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സീരിയസ്ലി നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ച കളി ഈ പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും മോശം കളിയായിരുന്നു. ചെൽസിക്ക് അതിൽ പങ്കുണ്ടില്ല എന്ന് പറയുന്നില്ല. 43-ാം മിനിറ്റിൽ കുനി അടിച്ചൊരു ഗോളാണ് ഈ കളിയിലെ ഡിഫറൻസ്. അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാം. ബ്രൂണോ ഫെർണാണ്ടസ്, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സത്യം പറഞ്ഞാൽ എവിടെ എത്തും എന്നുള്ളത് ഒരു പിടുത്തവുമില്ല. ഈ കളിയിൽ ആകെ ഡിഫറൻസ് എന്താ അറിയോ? ചെൽസി കുറേ ഷോട്ട്സ് എടുത്തു, പക്ഷേ തല പൊക്കി നോക്കാതെ ക്രോസ് ഇടുന്നു, തല പൊക്കി നോക്കാതെ പാസ് ഇടുന്നു. അത് കാരണം ചെൽസി ഗോൾ അടിച്ചില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒറ്റ മൊമെൻറ്റിൽ തല പൊക്കി നോക്കി ക്രോസ് ഇടുന്നു, തല പൊക്കി നോക്കി പാസ് ഇടുന്നു, ഗോൾ അടിച്ചു. ആ തല പൊക്കി നോക്കിയത് ബ്രൂണോ ആയിരുന്നു. അത് മാത്രമാണ് ഈ കളിയുടെ ഡിഫറൻസ്. പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഞാൻ കണ്ട ഏറ്റവും മോശം പെർഫോമൻസ് ആണ് ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറ്റ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഞാൻ കണ്ടത്. ഇതിനേക്കാട്ടും ഒരു ലോ ക്വാളിറ്റി ഗെയിം ഈ പ്രീമിയർ ലീഗിൽ ഇതുവരെ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല. നിങ്ങളെനിക്ക് പറഞ്ഞതാ നമ്മൾ എങ്ങനെ കളി ജയിച്ചു. എനിക്കിത് പിടുത്തമില്ല. ലാസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ നെഞ്ചെടുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് നെഞ്ചെടുപ്പായിരുന്നു. അതിൽ തന്നെ ഞാൻ എടുത്തു പറഞ്ഞൊരു പ്ലെയറാണ്, അപ്പാർട്ട് ഫ്രം ബ്രൂണോ, എയ്ഡൻ ഹെവൻ. ബ്രോ 11 ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ്, 2 ടാക്കിൾസ്, 4 ക്ലിയറൻസ്, 4 ബ്ലോക്ക്ഡ് ഷോട്ട്, 6 ഡ്യുവൽസ് 1, 20 ക്യാരി, 100% ഏരിയൽ ഡ്യുവൽസ് 1, 100% ഡ്രിബിൾസ്. 1 മില്യണിന് ആഴ്സണലിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ ചെറിയ ചെക്കനാണ് ഈ കളിയിലെ താരം. അപ്പാർട്ട് ഫ്രം ബ്രൂണോ, സ്വാഭാവികമായിട്ടും ബ്രൂണോ ആണ് മാൻ ഓഫ് ദ മാച്ച്. എൻ്റെ അഭിപ്രായത്തിൽ ബ്രൂണോ ആണ് മാൻ ഓഫ് ദ മാച്ച്. ആ കളിയിൽ ബ്രൂണോ ഇല്ലെങ്കിൽ നമ്മൾ ഈ കളി തോറ്റു, അല്ലെങ്കിൽ സമനിലയായി. ഇത്രയും ദുരിതം പിടിച്ചൊരു ഗെയിം. ഐ എം ഹാപ്പി. 3 പോയിൻറ്റ്സ് ഹാപ്പിയാണ്. എന്താണ് നമ്മൾ കണ്ടത്? ഇത് ഫുട്ബോളാണോ? സത്യം ഞാൻ കാലിട്ട് ചോദിക്കും, ഇത് ഫുട്ബോളാണോ? എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയോ രക്ഷപ്പെട്ടു, അത്ര പറയാനുള്ളൂ. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഏജിങ് മാൻ റൊസിനിയറിന് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടും എസ്തവാവോ ഇഞ്ചോർഡായിട്ട് ഗർനാച്ചോ വന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഈ ഗർനാച്ചോൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്മൾ കുറേ വട്ടം ഗർനാച്ചോ നമ്മൾ കണ്ടതാണ്. പക്ഷേ ചെൽസിയിലാണ് സത്യം പറഞ്ഞാൽ ഗർനാച്ചോൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഞാൻ കണ്ടത്. എൻ്റെ ബ്രോ, വേൾഡ് ഫുട്ബോൾ ഇത്രയും ദുരിതം പിടിച്ചൊരു വിങ്ങർ വേറെ ഉണ്ടാവില്ല. ഗർനാച്ചോ ലവ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സത്യമാണ്, ഗർനാച്ചോ ലവ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഗർനാച്ചോ ഇറങ്ങിയോണ്ട് മാത്രമാണ് നമ്മൾ കളി ജയിച്ചത്. എത്ര മിസ്പ്ലേസ് പാസസ്, എത്ര 1-on-1 ചാൻസസ് മിസ്സാക്കി, എത്ര ക്രോസിലിടാനുള്ള ഓപ്പർച്യൂണിറ്റി മിസ്സാക്കി. ഇനിയോസ്, താങ്ക് യു സോ മച്ച്. കാരണം ഗർനാച്ചോനെ ഒഴിവാക്കിയിട്ട് കുനിയ അല്ലെങ്കിൽ എംബുമോനെ കൊടുന്നത് താങ്ക് യു സോ മച്ച്. കാരണം ഗർനാച്ചോ എങ്ങാനും നമ്മുടെ ടീമിലാണ് കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കളി പൊട്ടി. നിങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ആണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങളൊരു താങ്ക് യു പറയണം. കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഇന്ന് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ കണ്ടു. അത്രയും പറയുന്നുള്ളൂ. 3 പ്രാവശ്യം ചെൽസി ബാർമടിച്ചു. ആരുടെയൊക്കെയോ പുണ്യം നമ്മൾ ഈ കളി പൊട്ടിയില്ല. അത്രയ്ക്ക് പറയുള്ളൂ. എൻ്റെ പൊന്ന് കാരിക്കേ,
നിങ്ങൾ യൂസിൽ ഫുട്ബോൾ എടുത്തു കഴിഞ്ഞാൽ നേരെ പടി ഇറങ്ങുക, നല്ല വല്ല കോച്ചിങ് കൊണ്ടുവന്ന് നമ്മൾ കളിച്ചോളാം. അത്ര എനിക്ക് പറയാനുള്ളൂ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം ഇത്രയും ശോകമായി കളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇത്രയും ശോകമായിട്ട് കളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാൻ മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാരിക്കിനെ വിളിക്കാത്ത തെറികളില്ല. 70 മിനിറ്റിലാണ് മൂപ്പര് സബ് ഇറക്കുന്നത്. നമുക്കറിയാം 1-0 ലീഡിങ് ആണ്. ചെൽസി ഇങ്ങനെ പ്രോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഗോളടിക്കും, ഇപ്പോൾ ഗോളടിക്കും, അപ്പോൾ ഗോളടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കാരിക്ക് മിണ്ടായിരിക്കുക. സബ്ബില്ല. നമ്മൾ പറയുന്നത് എംബൂമോ സബ്ബി, കുനിയനെ സബ്ബി, സെസ്കോനെ സബ്ബി, അമാദിനർക്ക്, സെർക്സിനർക്ക് അറ്റ്ലീസ്റ്റ് ഒരു പോട്ടെ, ഒരു എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുപോവാ. 70 മിനിറ്റ് വരെ നമ്മൾ കടിച്ചു തൂങ്ങി നിന്ന്. എന്തോ ആരുടെക്കോ ഭാഗ്യം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ മാച്ച് റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ അമ്മേനെ വിളിക്കണം. എന്നിട്ട് പറയണം, അമ്മേ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് വല്ല പുഷ്പാഞ്ജലി അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രുസംഹാര പൂജ എന്ന് നേർന്നുണ്ടെങ്കിൽ അത് ഫലം കണ്ടു, അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയണം. അങ്ങനത്തെ കളിയായിരുന്നു. എന്താണ് നമ്മൾ കണ്ടത്? ഇത്രയും ലോ ക്വാളിറ്റി പ്രീമിയർ ലീഗിൽ തന്നെ ഇത്രയും ലോ ക്വാളിറ്റി മാച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതും വെച്ചുകൊണ്ട് അടുത്ത സീസണിലോട്ട് UCL ഫുട്ബോൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ മക്കളെ 8 നിലയെ പൊട്ടും. 8 നിലയെന്നല്ല 10 നിലയെ പൊട്ടും. അമ്മാരി പെർഫോമൻസ് ആണെന്ന് നമ്മൾ കണ്ടത്. ഒരു കാര്യം പറയാം, വി ഹാവ് ബെറ്റർ ഫുട്ബോളേഴ്സ്. ചെൽസിനെക്കാട്ടും വി ഹാവ് ബെറ്റർ ഫുട്ബോളേഴ്സ്. എൻസോ ഫെർണാണ്ടസ് നിങ്ങൾ റയലിൽ പോകണമെങ്കിൽ നിങ്ങൾ പൊക്കോ. കാരണം അമ്മാരി പെർഫോമൻസാണ് എൻസോ കാഴ്ചവെച്ചത്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ഒന്നുമില്ല. എസ്തവാവോ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടി. ലക്കിലി നമുക്ക് ലക്കുള്ളതുകൊണ്ട് ലക്കിലി അവൻ ഇഞ്ചേർഡായി പോയി. ഫോഫാമിനെ അറിയാലോ, ഒന്നും പറയാമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ കസിയുടെ നന്നായിട്ട് കളിച്ചു. പിന്നെ ചെൽസിയുടെ സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവരുടെ അറ്റ്ലീസ്റ്റ് പാമർ ദുരന്തമായിരുന്നു. ഇനി ബ്രൂണോ ഫെർണാണ്ടസിനെ ഒഴിവാക്കി പാമറിനെ കൊണ്ടുവരണം എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇന്നത്തെ കളിയോട് കൂടി എൻ്റെ മക്കളെ ഒരു കാര്യമൊക്കെ ഉറപ്പായി, പാമർ വന്നു കഴിഞ്ഞാൽ ഒരു ചോക്കും നടക്കാൻ പോകുന്നില്ല. മാങ്ങാ തൊല്ലിക്ക് നമ്മുടെ സീസൺ. ബ്രൂണോ ഫെർണാണ്ടസ് ഈസ് എ ഡിഫറൻസ് മേക്കർ. ബ്രൂണോ മാജിക് കൊണ്ട് മാത്രമാണ് നമ്മൾ കളി ജയിച്ചത്. ഇനിയോസ് എങ്ങാനും ബ്രൂണോനെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓൾഡ് ട്രാഫോർഡ് നിന്ന് കത്തും. ഇന്നത്തെ ഒരു സമാധാനം എന്താ അറിയോ, ഡെലാപ്പ് സ്റ്റാർട്ട് ചെയ്തുള്ളതാണ്. വിൽകോക്സ് എങ്ങാനും അടുത്ത സീസണിൽ ഡയറക്ടർ ഓഫ് ഫുട്ബോളായിട്ട് ഡെലാപ്പിനെ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം ഇരുട്ടടി അടിച്ചോളണം ആ ചങ്ങായിനെ. ഡെലാപ്പ് ഈസ് ഗോയിങ് ടു റസിൽമാനിയ. ബ്രോക്ക് ലെസ്റ്ററിന് പകരം ഡെലാപ്പ് പോകാനാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും ദുരന്തം സ്ട്രൈക്കർ ഞാൻ ഈ പ്രീമിയർ ലീഗിൽ കണ്ടിട്ടില്ല. അമ്മാരി വൃത്തിയട്ട കളിയിരുന്ന ഡെലാപ്പ് കളിച്ച. സെസ്കോ വാസ് ബ്രില്യൻറ്റ്. ആ കുനയുടെ ഗോൾ വരാൻ സെസ്കോ ആണ് കാരണം, അല്ലാതെ വേറെ ആരുമല്ല. ബ്രൂണിൻ്റെ പാസ് ഉണ്ടെന്ന് ശരിയാണില്ല എന്ന് പറയുന്നില്ല. അതിൽ കൊടുത്ത എംബൂമൻ്റെ പാസ് അടിപൊളിയായിരുന്നു. പക്ഷേ ബ്രൂണോൻ്റെ പാസിന് പകരം ആ സെസ്കോൻ്റെ ആ ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ കുനിയയ്ക്ക് ഗോൾ അടിക്കാൻ പറ്റില്ല. ആൻഡ് കുനിയ ഹാറ്റ്സ് ഓൺ ടു യു. നിങ്ങൾ ഫസ്റ്റ് ഹാഫിൽ എംബൂമോ കൊടുത്ത പാസ് മിസ് ചെയ്തു, എന്നാലും നിങ്ങൾ ബ്രൂണോ കൊടുത്ത പാസിൽ ഗോൾ അടിച്ചു. ആൻഡ് ഐ എം വെരി ഗ്ലാഡ്. കാരണം ഈ കളി നമ്മൾ ജയിച്ചത് തന്നെ എന്തോ ഭാഗ്യമാണ്. 3 points മാറ്റേഴ്സ്. ഐ ഡോണ്ട് കെയർ ഹൗ വി ഗെറ്റ് 3 points. ഐ ഡോണ്ട് കെയർ ഹൗ വി ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 point ഫ്രം ദിസ് ഗെയിം. കാരണം നമ്മുടെ ഡിഫെൻസീവ് ആൾക്കാർ എടുത്തു കഴിഞ്ഞാലും ആകെ എയ്ഡൻ ഹെവൻ മാത്രമാണ് ഡിഫെൻസീവിൽ നമുക്ക് ആകെ ഒരു ഡിഫൻഡർ എന്ന് പറയാനുള്ളൂ, ബാക്കി ആരും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കളി 3 points കിട്ടിയത് എന്തോ ഭാഗ്യമാണ്. ടേക്ക് 3 points ആൻഡ് റൺ. 3 points എടുത്ത് ഓടിക്കോ, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കാരണം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പോയിട്ട് ഇത്രയും ദുരന്തമായിട്ട് കളിച്ചുകൊണ്ട് 3 points എടുക്കാൻ ഈ ടീമിനോടേ പറ്റുള്ളൂ. അതിൽ ബ്രൂണോ ഫെർണാണ്ടസിന് മാത്രമേ വരുള്ളൂ. അത്രേ പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ കളി കണ്ടു കഴിഞ്ഞാൽ അവർ കോമേ പോകും.
അത്രയും ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നെഗറ്റീവ് ക്വാളിറ്റി, അമ്മാരി മാച്ച്. ഞാനിവിടെ പറയുന്നത് നെഗറ്റീവായിട്ടല്ല, പക്ഷേ ഈ പെർഫോമൻസ് ഡസൻ ഇൻസ്പയർ മീ. നിങ്ങളൊരു കാര്യം പറയാം, ഈ പെർഫോമൻസ് നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്തിട്ട് നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യും. ഉള്ള കാര്യം പറയുകയാണ്, ഈ പെർഫോമൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിലും ചെൽസി ആണെങ്കിലും നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യും. എന്നെ ഇൻസ്പയർ ചെയ്യുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ആരാണ് നിങ്ങളുടെ മാൻ ഓഫ് ദി മാച്ച് അതും താഴെ കോമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക. കോമയുള്ള ഒരാൾക്ക് ഈ കളി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വീണ്ടും കോമയിൽ പോകും. അങ്ങനത്തെ ഒരു കളിയായിരുന്നു. എങ്ങനെ രക്ഷപ്പെട്ടതാണ്, ആരുടെയോ മഹാപുണ്യം അങ്ങനെ രക്ഷപ്പെട്ടതാണ്. കാരിക്കിൽ എനിക്ക് ഒരു ഹോപ്പും ഇല്ല. ഉള്ള കാര്യം പറയട്ടെ, ഓപ്പണായിട്ട് പറയാണ്, കാരിക്കിൽ എനിക്ക് യാതൊരു ഹോപ്പും ഇല്ല. നമ്മുടെ പ്ലേയേഴ്സ് ആർ നോട്ട് ഫിറ്റ്, നമ്മുടെ പ്ലേയേഴ്സ് ആർ നോട്ട് അത്ലറ്റിക്, നമ്മുടെ പ്ലേയേഴ്സ് ആർ നോട്ട് പ്രൊഫഷണൽ ഇനഫ് ടു പ്ലേ ദി ഗെയിം. ഒരു ഫുട്ബോൾ കളിക്കാനുള്ള പ്രൊഫഷണൽ പ്ലേയേഴ്സ് നമുക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കളി കണ്ടിട്ട്. ചെൽസിക്ക് അറ്റാക്കിംഗ് തേർഡിൽ ഫിനിഷ് ചെയ്യാൻ ഉള്ള കഴിവില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടതാണ്. 3 പ്രാവശ്യം ചെൽസിയാണ് പോസ്റ്റ് അടിച്ചത്. 3 പ്രാവശ്യം ചെൽസി പോസ്റ്റ് അടിച്ചു. നമ്മൾ ഷോട്ട് ഓൺ ടാർഗറ്റ് 1, ചെൽസി ഷോട്ട് ഓൺ ടാർഗറ്റ് 1. അതൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ ഗെയിം എന്തായിരുന്നു എന്നുള്ളത് ഒന്നും പറയാനില്ല. ഇതൊക്കെ തന്നെ പറയുള്ളൂ. എന്ത് പറയാനാണ് ഈ കളിയിൽ നിന്ന്? ടേക്ക് 3 പോയിൻറ്റ്സ്, ഓടിക്കോ 3 പോയിൻറ്റ്സ് എടുത്ത് ഓടിക്കോ, അത്ര പറയുള്ളൂ. ആര് ചോദിച്ചാലും ഈ കളി നമ്മൾ കളിച്ചിട്ടില്ല. ലെറ്റ് മീ നോ ദ കോമെൻറ്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നിങ്ങളെങ്ങനെ, ആർ യു ഫീലിംഗ് ഗുഡ്, ആർ യു ഫീലിംഗ് ബാഡ്, ആർ യു ഫീലിംഗ് നെഗറ്റീവ്, ആർ യു ഫീലിംഗ് പോസിറ്റീവ്? നിങ്ങൾക്ക് താഴെ കോമെൻറ്റ് ചെയ്യാം. 3 പോയിൻറ്റ്സ്, ദാറ്റ്സ് ഓൾ മാറ്റേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ മാച്ച് റിയാക്ഷൻ. ഇതൊരു മാച്ച് റിയാക്ഷൻ ആയിട്ട് ഇടേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. ദുരന്തമാണ് ചെൽസി. പക്ഷേ കുറച്ച് ദുരന്തം കുറവുള്ളതുകൊണ്ട് നമ്മൾ 3 പോയിൻറ്റ്സ് എടുത്തു. ഏജിങ് മാൻ റോസിനിയർ വേഴ്സസ് വൈബ് മാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ മാച്ച് റിയാക്ഷൻ. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഉറക്കം വരുന്നത് ഞാൻ പോയി കിടക്കട്ടെ. See you on the next video.